തങ്ങൾ സ്നേഹിക്കുന്നു, നമ്മളെ നബി തങ്ങൾ സ്നേഹിക്കുന്നു. നമ്മളെ കാണാ മുത്തുനബി എവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. എത്രത്തോളം സ്നേഹമെന്നറിയുമോ? അള്ളാന്റെ റസൂൽ എന്നെ സ്നേഹിച്ചതിന്റെ ആഴം എനിക്കറിയാം. നമ്മൾ ഓരോരുത്തരും പഠിക്കണമടോ. പ്രവാചകൻ നമ്മളെ എത്രത്തോളം സ്നേഹിച്ചതെന്നറിയുമോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വരികയാ. ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? എന്നോട് സ്നേഹമുണ്ടോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, എനിക്ക് പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം നിന്നെയാ ആയിഷ. എനിക്ക് പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടാ ആയിഷ. ആയിഷയ്ക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞു, എന്നെ വല്ലാത്ത സ്നേഹമാണെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ആയിഷ പറഞ്ഞു, പോരാ, പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം, ഇപ്പൊ തന്നെ ദുആ ചെയ്യണം. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കേൾക്ക, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി പറയുമ്പോ നബി തങ്ങൾ ദുആ ചെയ്യാൻ തയ്യാറായി. ആയിഷ ബീവി നബി തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ, ചെയ്യാനിരിക്കുന്ന പാപങ്ങൾ എല്ലാം ആയിഷയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. നബി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തപ്പോ ആയിഷയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവി കിടന്ന് ചിരിക്കുകയാണ്, നബി തങ്ങളുടെ മടിയിൽ കിടന്ന് ചിരിക്കുകയാണ്. ചിരിച്ച് ചിരിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ താഴെ വീഴുകയാ. നബി തങ്ങളുടെ മടിയിൽ വെച്ചിരുന്ന തല താഴെ വീഴുന്ന രീതിയിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചിരിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ആയിഷ, നിനക്ക് ഇത്ര സന്തോഷമെന്തേ ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ നബിയേ? പ്രത്യേകമായിട്ട് ദുആ ചെയ്തില്ലേ നബിയേ? ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു ആയിഷ. എപ്പോഴാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള അവസാനത്തെ മുസ്ലിമിന് വേണ്ടി നബി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, ഒരു ദിവസം 5 നേരം നബി തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. അത്രത്തോളം സ്നേഹമായിരുന്നു, അത്രത്തോളം നമ്മളോട് സ്നേഹമായിരുന്നു. അത്രത്തോളം നമ്മളെ സ്നേഹിച്ച നബി തങ്ങളെ തിരിച്ചു സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, ആ മുത്തുനബിയെ സ്നേഹിക്കാനുള്ള മനസ്സു നൽകണേ അല്ലാ. പടച്ച റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ ഭാഗ്യം തരണേ അല്ലാ. നമുക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നബിതങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. നമ്മളെ കാണാൻ നബിതങ്ങൾ കാത്തിരിക്കുകയാ. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ച നബിതങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടോ? നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാന്റെ റസൂലിനോട് സ്നേഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കടോ. എന്താ അരക്കയ്യന്മാരുണ്ടോ? അള്ളാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്ന് ആരൊക്കെ കൈപൊക്കിയോ ആ പൊക്കിയ കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഈ കൈ കൊണ്ട് പടച്ചവനെ ഹൗദിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ.
നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഈ കൈപൊക്കിയവനെ നീ പെടുത്തണേ റഹ്മാനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ ഒന്നുകൂടെ പൊക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും, അതങ്ങനെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി പൊക്കാത്തവനെ പൊക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇവിടെ ചില ആൾക്കാരെന്ന് പറഞ്ഞാല് വാപ്പ പറഞ്ഞു മോനെ അതിങ്ങ് എടുത്തിട്ട് പാടാ, അവൻ കേട്ട പരിചയം പോലും കാണിക്കൂല. ചില കുട്ടികൾ വാപ്പ ഉടനെ രണ്ടാമതൊന്നുകൂടെ പറയും ഇടാ പോയി എടുത്തിട്ട് പാടാ, ശബ്ദം ഇത്തിരി കൂടി, അനങ്ങൂല. 2 വട്ടം പറഞ്ഞിട്ട് ഓൻ കേൾക്കണില്ല. വാപ്പ തലയ്ക്കൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് പാടാന്ന് ഓടിപ്പോയി എടുത്തോണ്ട് വരും. ചിലരങ്ങനെ ഒന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അപ്പൊ നബിതങ്ങളോട് സ്നേഹമുള്ളവര് കൈവക്കാൻ പറഞ്ഞപ്പോ എല്ലാരും പൊക്കി. എടോ, നമ്മളെല്ലാവരും കൈപൊക്കിയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഈ നബിതങ്ങളെ ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് ഒരു ഹദീസ് വായിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് തങ്ങൾ പറയുകയാ, നബിതങ്ങൾ വഫാത്തായതിനു ശേഷം ഞാൻ നബിതങ്ങളെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലുമില്ല എന്ന സഹാബി പറയുകയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ മുത്തി നബിയെ സ്വപ്നം കാണാത്ത ഒരൊറ്റ ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞ എല്ലാ ദിവസവും രാത്രി നബിതങ്ങളെ സ്വപ്നം കാണുമായിരുന്നു. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? 40, 50, 60 വയസ്സ് പ്രായമായ പാപ്പാനോടും ഉമ്മാനോടും ചോദിക്കുന്നു, നീ എന്നും കാണണ്ട, ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ നടക്കണേ? എത്ര റബീഉൽ അവ്വലായി? 50, 60 ഇല്ലേ? 60 വയസ്സുള്ളവരൊക്കെ സദസ്സിലിരിക്കുന്നുണ്ട്. എത്ര കൊല്ലമായി വാപ്പ ഉമ്മ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ ഇത്രയും കാലത്തിന്റെ ഇടയിൽ നീ സ്നേഹിച്ച നബിതങ്ങൾ തിരിച്ചു സ്നേഹിക്കും. ആ പ്രവാചകനെ നിനക്കൊന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ പറയണത് കള്ളമാണെന്നല്ലേ അതിനർത്ഥം? എടോ, വെറുതെ നാവ് കൊണ്ട് സ്നേഹമാന്ന് പറഞ്ഞാൽ പോരാ. ആ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളെ മരിക്കുന്നതിന് മുമ്പൊന്ന് കാണാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങളെ കാണണ്ടേ? കാണണോ വേണ്ടേ? നബിതങ്ങളെ കാണണോ വേണ്ടേ? കണ്ടാ രക്ഷപ്പെടും, കണ്ടില്ലെങ്കിൽ പരാജയപ്പെടും. അപ്പൊ നബിതങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. കാണാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഒരു എളുപ്പ വഴി. പൈസ ഒന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കും ഇനി പള്ളിപ്പണിക്ക് ഇപ്പോഴേ തുടങ്ങാൻ പോവാന്ന് പിരിവ്. പള്ളിപ്പണിയുടെ പിരിവ് ഇപ്പോഴേ തുടങ്ങാന്ന്. പൈസ ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ദിവസവും മുടങ്ങാതെ ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ 2 ആയത്ത് എല്ലാ ദിവസവും ഓതണം, മുടങ്ങരുത്. നിന്റെ കഴിവിന്റെ പരമാവധി എല്ലാ ദിവസവും 2 ആയത്തുകൾ പാരായണം ചെയ്താൽ ആ മദീനത്ത് റൗളയ്ക്കകത്ത് കിടക്കുന്ന നബിതങ്ങൾ നിന്നെ കാണാൻ മട്ടന്നൂര് വരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ആയത്ത് ഓതൂല്ലേ? 2 ആയത്ത് ഓതൂല്ലേ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറ. ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 11:15 പറഞ്ഞു തരാം. ഇപ്പൊ 10 മണിയല്ലേ ആയുള്ളൂ. ഇൻഷാ അല്ലാഹ് 11:15 പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ആ 2 ആയത്ത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പറഞ്ഞു നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമാണെന്ന്. എന്നാൽ ഒരാൾക്ക് നബിതങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ 4 അടയാളം കാണാം. ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ 4 അടയാളങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്ന അടയാളം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് സത്യം, ഇല്ലെങ്കിൽ കള്ളം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താ? ഈ നിക്കണ ചങ്ങായിമാർക്ക് ഇരിക്കാൻ വഴിയൊന്നും ഇല്ലപ്പ, ഞാനും കൂടെ ഇരുന്നോട്ടെ. ഇപ്പം എനിക്ക് കാലുവേന എടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനിലുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം എന്താ? ഇങ്ങോട്ട് നോക്ക്. ആ മനുഷ്യരിലുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, ആ സ്നേഹിക്കുന്നവനിൽ കാണുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? വത്തബഅ നൂറല്ലദീ ഉൻസില ആ നബിതങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലല്ലേ ഖുർആൻ കൊണ്ടുവന്നത്. മഹാനായ മുഖറബുൽ അംലാഖും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് 40-ാമത്തെ വയസ്സിൽ ഇറങ്ങി വരികയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. 114 സൂറത്തുകൾ, 6600-ൽ പരം വരുന്ന ആയത്തുകൾ. അവസാനമായിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഓതിയ ആയത്തേതാ? അതാ പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ, ഈ കൊണ്ടുവന്ന വിശുദ്ധമായ ഖുർആൻ അത് നബിതങ്ങൾ കൊണ്ടുവന്നതാണ്. ആ നബിതങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അതാടോ നബിതങ്ങളോടുള്ള സ്നേഹം. അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 1-ാമത്തെ ഗുണമെന്താണ്? അവൻ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് മുറുകെ പിടിക്കുകയാണ്. അള്ളാഹു നന്നാകാൻ വേണ്ടി തന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നന്നാകുന്നതിന് വേണ്ടി തന്നതാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന് ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അർഹതയുണ്ട്, നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കണം. ആ ഖുർആൻ പറയുന്ന രീതിയിൽ ജീവിക്കണം. അത് നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണെന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആരാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കുന്നത്? ആരാണ് ബഹുമാനിക്കുന്നത്? പടച്ചവനെ 2-3 ദിവസം മുമ്പ് പടച്ചവനെ ഒരു പ്രിയപ്പെട്ട മുസ്ലിമായ സഹോദരിയുടെ ഒരു ക്ലിപ്പ് കാണാനിടയായി. പടച്ചവനെ ആരാണ് ആ ക്ലിപ്പിട്ടിരിക്കുന്നതെന്നറിയുമോ? നമ്മുടെ വീടുകളിൽ പഞ്ചായത്തിൽ നിന്ന് സഹോദരിമാര് കടന്നു വരികയാണ് വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി. പടച്ചവനെ അതാ ഒരു ഹരിത സേവനമായി കടന്നു വരുന്ന ചില സഹോദരിമാര് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരും. പടച്ചവനെ അവര് നമ്മുടെ വീടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ കവറും മറ്റുള്ളതും വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടുപോകുമല്ലോ. ആ പ്രിയപ്പെട്ട മുസ്ലിമായ ഒരു സഹോദരിയാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്. ആ സഹോദരി പറയുന്ന ഒരു സങ്കടം എന്തെന്നറിയുമോ? ഇന്ന സ്ഥലത്ത് ഇന്ന വാർഡിൽ നിന്ന് കൊണ്ടുവന്ന വേസ്റ്റിന്റെ അകത്ത് പടച്ചവനെ കുറച്ചു ദിവസങ്ങളായി, 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യമല്ല പല പ്രാവശ്യമായി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വേസ്റ്റിന്റെ അകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പേജുകൾ കിടക്കുകയാ. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന വേസ്റ്റിന്റെ അകത്ത് കിടക്കുകയാണ്. ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കിത് നിസ്സാരമായിരിക്കാം, നിങ്ങൾക്കിത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ എനിക്ക് ബഹുമാനമുണ്ട്. ഈ ഖുർആനിനോട് എനിക്കൊരു ബഹുമാനമുണ്ട്, എനിക്കൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് മേലിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പടച്ചവനെ ഒരു മുസ്ലിമായ സഹോദരി പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന നമ്മളിൽ പലരും കൊടുക്കുന്നില്ല. പടച്ചവനെ നടക്കുകയാണ്, ജനങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന വാർത്തകളാണ്. കൊലപാതകമെന്ന് പറയുന്നത് പണ്ടൊക്കെ വലിയ കാര്യമായിരുന്നു, അത്ഭുത വാർത്തകളായിരുന്നു. ഇന്ന് കൊലപാതകമെന്ന് പറയുന്നത് സാധാരണ വാർത്തയായി. ഒരു പുത്തരിയല്ല, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പടച്ചവനെ 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. സ്വന്തം കുടുംബത്തിലെ അച്ഛന്റെ പ്രായമുള്ള, അച്ഛനെ പോലെ കാണേണ്ട പ്രിയപ്പെട്ട മനുഷ്യനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് 13 വയസ്സുള്ള കളിച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടിയാണ്. എവിടെ എത്തി നിൽക്കുന്നടോ സമൂഹം? ഓരോ ദിവസവും കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നത്തെ യുവതലമുറയുടെ
ജീവിതം കണ്ടാൽ വാപ്പ ചോദിക്കുന്ന ഉസ്താദേ ഇനി ഇവരെ നന്നാക്കാൻ എങ്ങനെയാ പറ്റുന്നത്? ഇനി ആരാ ഇവരെ നന്നാക്കുന്നത്? എങ്ങനെയാണ് ഇവര് നന്നാകുന്നത്? വളരെ സങ്കടത്തോടെ പറയുകയാണ്. എല്ലാവരും തോന്നുന്നത് പോലെ നടക്കുകയാണ്. പടച്ചവനെ, ഒരു ചിന്തയുമില്ലാതെ ആരും പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഇന്ന് ഉമ്മത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പ ചോദിക്കുന്നു എങ്ങനെയാ ഉസ്താദേ ഇവനെ നന്നാക്കുന്നത്? ഇവന് 15 വയസ്സേ ഉള്ളൂ, ഇവന് 15 വയസ്സേ ഉള്ളൂ, 20 വയസ്സേ ഉള്ളൂ. ഇവന് കള്ളു കുടിക്കുകയാണ്, കഞ്ചാവടിക്കുകയാണ്, വാപ്പയെ തല്ലാൻ കൈവക്കുകയാണ്. ഇവന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത സങ്കടം തോന്നാറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, മൊബൈൽ എടുത്തു നോക്കിയാൽ, സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ സങ്കടം തോന്നുകയാണ്. ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ ഓർക്കുമ്പോ സങ്കടം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എന്തൊക്കെ അനാചാരങ്ങളാണ്, എന്തൊക്കെ പേക്കൂത്തുകളാണ്. സങ്കടം തോന്നുകയാ. പടച്ചവനെ, മുസ്ലിം സമുദായം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോ ഓരോ ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇതൊക്കെ കാണുമ്പോ നമ്മൾ ചിന്തിക്കുകയാണ്, എങ്ങനെയാ അല്ലാഹ് ഇനി നേരെയാകുന്നത്? എങ്ങനെയാ ഇവര് നേരെയാകുന്നത്? നേരെയാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നേരെയാകാൻ ഒരു വഴിയേ ഉള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങലല്ലാതെ വേറെ ഒരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങലല്ലാതെ വേറൊരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങ്. വാപ്പാ, ഖുർആനിലേക്ക് മടങ്ങലല്ലാതെ വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് നിങ്ങളോട് 5 കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാൻ മനസ്സ് കാണിക്കണേ വാപ്പാ. സിറാജിനൊന്നും പറയാനില്ല, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നീ ഒരു മനുഷ്യനല്ലേ, ഒരു മുസ്ലിമല്ലേ, ബഹുമാനിക്കണമല്ലോ, ആദരിക്കണമല്ലോ. അതുകൊണ്ട് ഒരല്പനേരം അല്ലാഹുവിന്റെ ഖുർആനിന് പറയാനുള്ളത് കേൾക്ക്. അല്ലാഹുവേ, അതിനുള്ള മനസ്സു നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നിങ്ങളോട് 5 കാര്യങ്ങൾ പറയാനുണ്ട്. 5ഉം കേൾക്കണ്ട, ഒരേ ഒരു കാര്യം കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് നമ്മളോട് പറയാനുള്ള 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, വഅദ് കേൾക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിന്നോട് പറയാനുള്ള 1ാമത്തെ കാര്യം എന്താ? ഉമ്മാ, ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാകണേ. 1ാമതായിട്ട് ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യമാണ്, ഓതുന്നത് കലാമാണെന്നുള്ള ഓർമ്മയുണ്ടാകണം. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാണ് ഖുർആൻ. ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല, ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഖുർആൻ ഓതേണ്ടത്. ആ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ച 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ആ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പോലും പാടില്ല. അത് ബഹുമാനത്തോടു കൂടി കാണേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന 1ാമത്തെ കാര്യം, എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ബോധമില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാണെന്നുള്ള ചിന്തയില്ലല്ലോ. അതുണ്ടായിരുന്നെങ്കിൽ
അല്ലെങ്കിൽ വേസ്റ്റിന്റെ അകത്ത് ഖുർആൻ വലിച്ചെറിയില്ലായിരുന്നു, അലമാരിയുടെ ഉള്ളിലിരുന്നിട്ട് പൊടിയടിച്ചിരിക്കില്ലായിരുന്നു, അതുകൊണ്ട് അതിനോട് കാണിക്കേണ്ട ബഹുമാനം കാണിക്കാതിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണമടോ, അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണമടോ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണമടോ. ആ പരിഗണന കൊടുക്കാതെ വന്നാൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കള്ളു കുടിക്കുന്നവന്റെ ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന്റെ ശിക്ഷയല്ല, പലിശ തിന്നുന്നവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തവന്റെ ശിക്ഷയല്ല, സിഹ്ർ ചെയ്തവന്റെ ശിക്ഷയല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തവന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയുമോ സഹോദരാ? എടോ, ഖുർആനിനെ കുറിച്ച് പഠിക്ക്, അല്ലാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കൂ. ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഏത് നന്നാകാത്തവനെയും ഖുർആൻ നന്നാക്കും ചെറുപ്പക്കാരാ. ഏത് നന്നാകാത്തവനെയും ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തെള്ളിയവര് നന്നാക്കിയത് വഅദായിരുന്നില്ല, പ്രഭാഷണങ്ങളായിരുന്നില്ല. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞവര് നന്നാക്കിയത് ഖുർആനാ. അല്ലാഹുവേ, നമ്മൾ മദീനത്ത് കടന്നു പോകുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫ് കാണാൻ പോകുന്നവരാണല്ലോ. പടച്ചവനെ, ഞാൻ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. പ്രവാചക സ്നേഹികളുടെ ഒരു സംഗമമാടോ റബീഉൽ അവ്വൽ മാസം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവനെ, മനസ്സിൽ ഓരോ വല്ലാത്ത ഒരു കുളിർമയാണ്, രോമാഞ്ചമുണ്ടാവുകയാണ്. ആ പുച്ചക്കബ്ബ കാണുമ്പോ മനസ്സിൽ വല്ലാത്ത ഒരു ആനന്ദമാണ്. നിബിതങ്ങളുടെ റൗള ശരീഫിന്റെ മുന്നിലേക്ക് ക്യൂ നിന്ന് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ ചുവട്ടടി എടുത്തു വെച്ചുകൊണ്ട് മുത്തുനബിയുടെ റൗളയുടെ മുമ്പിൽ ചെല്ലുമ്പോ എന്റെ കൂടെ ഒരു പ്രായമുള്ള പിതാവുണ്ട്, ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്. എന്റെ മുമ്പിൽ നടന്നു പോകുന്നത് പടച്ചവരെ ഒരു 90 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ഒരു മനുഷ്യരാ. 85-90 വയസ്സുള്ള ഒരു മനുഷ്യന് അല്ലാ നേരെ നിൽക്കാൻ കഴിയാതെ വളഞ്ഞു നടന്നു പോകുന്ന ആ പ്രായമുള്ള വാപ്പയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുറ്റത്തു ചെന്നപ്പോ ആ തല ഇങ്ങനെ ഒന്നുയർത്തുകയാണ്, ആ തല ഇങ്ങനെ ഉയർത്തുകയാണ്. അല്ലാ, ആ മനുഷ്യന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നരച്ച താടിയിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. ആ മനുഷ്യനിങ്ങനെ തല ഉയർത്തിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഒരു സലാം ഇങ്ങനെ പറഞ്ഞപ്പോ ആ മനുഷ്യരൊന്ന് സലാം പറഞ്ഞപ്പോ അറിയാതെ ശരീരം അങ്ങ് കോരിത്തെരിച്ചു പോവുകയാണ്. ആ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയുമോടാ ചെറുപ്പക്കാരാ? ഇന്ന് ഉമർ തങ്ങളുടെ പേര് കേൾക്കുമ്പോ നീ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നല്ലോ. ഈ ഉമർ ആരായിരുന്നെന്നറിയുമോ? എടാ, ഇബ്ലീസിന് ലോകത്ത് ഒരാളെയേ പേടിയുള്ളൂ. സാക്ഷാൽ ഇബ്ലീസിന് ലോകത്ത് ഒരാളെയേ പേടിയുള്ളൂ. ആരെയാ പേടിയെന്നറിയുവോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസിന് നടക്കാൻ പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസിന് നടക്കാൻ പേടിയാ. ഈ ഉമർ ആരായിരുന്നെന്നറിയോ? ഈ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനൊരു കാലമുണ്ടായിരുന്നു. ചെറുപ്പക്കാരാ, ഖത്താബിന്റെ മകൻ ഉമറിനൊരു കാലമുണ്ടായിരുന്നു. പടച്ചവനെ, ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയോടാ പറയുന്നത്. ഉമറിന്റെ സ്വഭാവം നല്ലതുപോലെ അറിയുന്ന അയൽവാസിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉമർ മുസ്ലിമായെന്ന്. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? ഈ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. ഈ നിൽക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറ. ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷെ
പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ സ്വഭാവം അത്രയും മോശമാണ്. ഈ ഉമർ നന്നായത് എങ്ങനെയെന്നറിയുമോ? ഒരു പ്രവാചകന്റെ വയത് കേട്ടിട്ടല്ല, ഒരു നസീഹത്ത് കേട്ടിട്ടല്ല. ഈ ഉമർ നന്നായത് എങ്ങനെയാണെന്നറിയോ? കഅബയുടെ കില്ല പിടിച്ചിട്ട് ഉമർ പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദിന്റെ തലയുമായിട്ടല്ലാതെ ഞാൻ ഇനി മടങ്ങി വരൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടുന്നതിന് വേണ്ടി ഖത്താബിന്റെ മകൻ ഉമർ കുതിരപ്പുറത്തു പാഞ്ഞു പോകുമ്പോ ഒരാൾ ചോദിക്കുന്ന, ഉമറേ എവിടെ പോവുകയാണ്? മുഹമ്മദിനെ നന്നാക്കാൻ പോവുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. ചോദിച്ച മനുഷ്യൻ പറഞ്ഞു, ഉമറേ വീട് നന്നാക്കിയിട്ട് പോരെ മുഹമ്മദിനെ നന്നാക്കുന്നത്? നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ, നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. ആദ്യം പോയിട്ട് കൂടപ്പിറപ്പിനെ നന്നാക്കടാ, എന്നിട്ട് മുഹമ്മദിനെ നന്നാക്കൂ. ഉമറിന് വല്ലാത്ത കോപമായി. ഖത്താബിന്റെ മകൻ ഉമർ നേരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പിറപ്പും ഭർത്താവും ഖുർആൻ ഓതുകയാ. ഉമർ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവര് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവേ, വീടിന്റെ അകത്ത് കയറിയിട്ട് പ്രിയപ്പെട്ട കൂടപ്പറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമാനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ഫാത്തിമയുടെ മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോൾ ഉമറൊന്ന് താഴുകയാണ്, ഉമറൊന്ന് സമാധാനമാവുകയാണ്. ആരൊക്കെയാണെങ്കിലും കൂടപ്പറപ്പാണല്ലോ. സ്വന്തം സഹോദരി രക്തത്തിൽ കുളിച്ചിരിക്കുന്നത് കണ്ടപ്പോ ഉമറൊന്ന് ശാന്തനായി, ഉമറൊന്ന് ശാന്തനായി. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ കവിത പാടിയല്ലോ ഫാത്തിമ, ഏതോ കവിത പറയുന്നത് കേട്ടല്ലോ ഫാത്തിമ, എന്താണെന്ന് ഫാത്തിമ എന്ന കൂടപ്പിറപ്പിനോട് ഉമർ ചോദിക്കുമ്പോ അവിടെന്ന് ഫാത്തിമ പറഞ്ഞു, ഉമറേ കവിതയല്ല പാടിയത്, അല്ലാഹുവിന്റെ കലാമാ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനാ ഓതിയത്. ഒന്ന് തരുമോ ഫാത്തിമ, ഒന്ന് തരുമോ ഫാത്തിമ? പോയി ശുദ്ധിയായിട്ട് വാ ഉമർ. ഖത്താബിന്റെ മകർ കുഞ്ഞിനെ പോലെ പോയി അതാ വൃത്തിയാവുകയാണ്. അനുസരണയുള്ളവനെ പോലെ കൂടപ്പിറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാ, ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പിറപ്പ് ഖുർആൻ ഓതുന്നു വാപ്പാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാട്ടാളനെ പോലെ ജീവിച്ച ചെറുപ്പക്കാരനാ. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയ ചെറുപ്പക്കാരനാണ്. ആ ഉമറിന്റെ മുമ്പില് ഫാത്തിമ ഓതുന്നു ത്വാഹ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായം 5 ആയത്താ ഓതിയത്, 5 ആയത്താ ഓതിയത്. അല്ലാഹുവേ, ഉമറിന്റെ ഹൃദയം കിടുകിടാ വിറയ്ക്കുകയാ. ആ 5 ആയത്ത് കേട്ടപ്പോ ഉമറിന് മനസ്സിലായി അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം എന്താണെന്ന്. കൈകാലുകളൊന്ന് വിറയ്ക്കുന്നടോ. ഖത്താബിന്റെ മകൻ ഉമർ ഇറങ്ങുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക്. പടച്ചവനെ, ഉമർ കടന്നു പോകുമ്പോ സ്വഹാബത്തിന് പേടിയായടോ. ഉമറാണ് വരുന്നത്, ഉമറിനെ തടയാൻ ഒരാൾക്കും ധൈര്യമില്ല. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബാക്കൾ മുഴുവനും വല്ലാത്ത ഭയത്തിലാണ്. സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു അതാ ഉമറിനെ തടയുകയാണ്, ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഉമറിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമറേ, റസൂലുള്ളാഹിനെ കാണാൻ വന്നതാണോ? കണ്ടിട്ട് നിനക്ക് ജീവനോടെ പോകാം. നബി തങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമറേ, നീ ജീവനോടെ ഇവിടെ നിന്ന് മടങ്ങൂല. പേടിച്ചുപോയി ഉമർതങ്ങള്, പേടിച്ചുപോയി ഉമർതങ്ങള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഉമറിനെ കയറ്റിവിടാൻ. ഖത്താബിന്റെ മകൻ ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. നബി തങ്ങൾ അവിടെ നിന്ന് പിടിച്ചെടുത്തിരുത്തി. മുത്തുനബി അവിടെ നിന്ന് വിശേഷം ചോദിച്ചു. അല്ലാഹ്,
ഉമർ തങ്ങൾ മുത്തുനബിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഖത്താബിന്റെ മകൻ ഉമർ നബി, ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവരെ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അള്ളാന്റെ വിശുദ്ധമായ ദീനിലേക്ക് അംഗത്വം എടുത്തുകൊണ്ട് കടന്നു വരികയാ. വഅദ് കേട്ടിട്ടല്ല വാപ്പാ, ഖുർആൻ കേട്ടിട്ടാ പെങ്ങള്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ 5 ആയത്ത് കേട്ടപ്പോ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. നീ 50 കൊല്ലം കൊണ്ട് ഖുർആൻ കേൾക്കുന്നില്ലേ? നീ എത്ര കാലം കൊണ്ട് ഖുർആൻ കേൾക്കുന്നു വാപ്പാ? എന്തേ നീ നന്നാകാത്തത്? എന്തേ മാറ്റം വരാത്തത്?